ഇസ്രയേൽ ഇറാൻ സംഘർഷം ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. കാരണം രാജ്യത്ത് ഇന്ധനക്ഷാമം നേരിടേണ്ടി വരികയും ആ രാജ്യം അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം തുടങ്ങി മൂന്നാം നാൾ മുതൽ തന്നെ പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നതായി തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ GDP നിരക്കിനെ പോലും ഇത് പ്രതിസന്ധി, അതായത് ഈ ഒരു പ്രതിസന്ധി അവിടെ പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ അടുത്ത വർഷം പാകിസ്ഥാന് 12 മുതൽ 14 ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സാമ്പത്തിക സ്ഥിരത പിടിച്ചു നിർത്താൻ പാകിസ്ഥാൻ പല വഴികളിലൂടെയും സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കുറുക്കി കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടരുകയും ക്രൂഡ് ഓയിൽ വില $100 അതിൽ കൂടുതലോ ആയി തന്നെ തുടരുകയും ചെയ്യാൻ പാകിസ്ഥാന്റെ GDPയെ അത് 1 മുതൽ 1.5% വരെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് മുൻ ധനമന്ത്രിയായ വ്യക്തി ഇവിടെ സൂചിപ്പിക്കുന്നത്. 6 മാസത്തിൽ കൂടുതൽ സംഘർഷം തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പെട്രോളിയം ഇറക്കുമതിയിൽ 25 മുതൽ 30% വരെ വർധനവും ആഗോള ഷിപ്പിംഗ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കും എന്നതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള പണമയക്കലിന്റെ ഏകദേശം 55% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഡോൺ മാധ്യമത്തിന് അവരുടെ അഭിപ്രായത്തിലാകട്ടെ എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക മാന്ദ്യം വിദേശ തൊഴിലാളികളുടെ ഒരു ആവശ്യം ഭാവിയിൽ അത് കുറയ്ക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ തന്നെ എണ്ണ വിലയിലെ വർധനവാകട്ടെ ഇരട്ട അക്ക പണപ്പെരുപ്പം തിരികെ കൊണ്ടുവന്നേക്കാമെന്നും ഏക ബാരലിന് അതായത് ഇവിടെ ഉണ്ടാകുന്ന എണ്ണയുടെ ബാരലിന് $120 ആയാൽ അതിൽ അങ്ങോട്ടേക്ക് എത്തിയാൽ 2021-22 പാകിസ്ഥാൻ ഏകദേശം 30% പണപ്പെരുപ്പത്തിലേക്ക് മടങ്ങുമെന്നും വ്യക്തമാക്കുന്നു. പെട്രോൾ ഊർജ വിലകളിലെ വർധനവും ഗതാഗത ചെലവുകളുടെ വർധനവും മറ്റ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഇതോടുകൂടി തന്നെ ഉയരും. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ നിത്യ ചെലവിന് പോലും ലോൺ എടുത്തുകൊണ്ട് വലിയ രീതിയിൽ കടക്കണിയിലായതായി തന്നെയാണ് പാകിസ്ഥാനെ കൂടുതൽ തളർത്തിയതായി തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇതിലൂടെ തന്നെ വലിയ രീതിയിൽ പാകിസ്ഥാനെ തളർത്തിയതായി തന്നെ വിലയിരുത്തുന്നു. യുദ്ധ പശ്ചാത്തലത്തിലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ പാകിസ്ഥാനിലേക്കുള്ള ഇന്ധന വിതരണം ഏറെക്കുറെ തന്നെ നിലച്ചു. പെട്രോളിയത്തിനും ഡീസലിനും ക്ഷാമമായതോടുകൂടി തന്നെ രാജ്യത്തെമ്പാടും തന്നെ ഗതാഗത മേഖല അവിടെ താറുമാറാവുകയും ചെയ്തു. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയും സർക്കാർ ഇന്ധനവില കുത്തനെ കൂട്ടിയത് ജനങ്ങൾക്ക് അവിടെ നോമ്പുകാലത്ത് പോലും ഇരുട്ടടിയായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഉപഭോഗത്തിനുള്ള 85% ക്രൂഡ് ഓയിലും UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാകട്ടെ പൂർണ്ണമായും അവിടെ വന്നിരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമൂസിനെ ആശ്രയിക്കാതെ തന്നെ ചെങ്കടൽ വഴി ക്രൂഡ് ഓയിൽ നൽകുന്നത് അത് പരിഗണിക്കാമെന്ന് സൗദി അറേബ്യയോട് പാകിസ്ഥാൻ അഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരാകട്ടെ ഇതുവരെ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്ധനക്ഷാമം രൂക്ഷമായതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ സർക്കാർ ഓഫീസുകളിലടക്കം അതായത് ഇത്തരത്തിൽ പ്രവൃത്തി ദിനങ്ങൾ പോലും വെട്ടിക്കുറച്ചു. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഇന്ധന അലവൻസ് പോലും അവിടെ നിർത്തലാക്കുകയും ചെയ്തു. പലയിടത്തും സ്കൂളുകളും ദീർഘകാല അവധി പ്രഖ്യാപിച്ചതായി തന്നെ കണക്കാക്കപ്പെടുന്നു. യാത്രാ ചിലവ് ഉയർന്നതോടുകൂടി തന്നെ പലരും യാത്ര പോലും വെട്ടിക്കുറച്ച അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.